1223 ബേത്ലഹേമും മറ്റ് വിശുദ്ധ സ്ഥലങ്ങളും സന്ദർശിച്ച് മടങ്ങി വരുന്ന അവസരത്തിലാണ് ബേത്ലഹേമിൻ്റെ മാതൃകയിൽ ഒരു പുൽക്കൂടൊരുക്കി ക്രിസ്മസ് ആഘോഷിക്കണമെന്ന ആഗ്രഹം വിശുദ്ധ ഫ്രാൻസിസിനുണ്ടായത്. അതിനായി അദ്ദേഹം തിരഞ്ഞെടുത്തത് റിയേത്തിക്കടുത്തുള്ള ഗ്രേച്ചിയു എന്ന സ്ഥലത്തുള്ള ജോൺ എന്ന കൃഷിക്കാരൻ്റെ ഗുഹയായിരുന്നു. ക്രിസ്മസ് രാവിൽ ബേത്ലഹേമിലെ പുൽക്കൂടിൻ്റെ മാതൃകയിൽ സജ്ജീകരിച്ച ഗുഹയ്ക്ക് മുൻപിൽ ഫ്രാൻസിസും സഹോദരന്മാരും ഏറെ പ്രാർത്ഥനയോടെ ഒരുമിച്ചുകൂടി. സമീപ പ്രദേശങ്ങളിലെ ഏതാനും ആളുകളും തീപ്പന്തങ്ങളും ഏന്തി സഹോദരന്മാരോടൊപ്പം പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് കൂടിയിരുന്നു. ദിവ്യമലിബന്ധിയ ദൈവവചനം വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്ന ഫ്രാൻസിസ് ദിവ്യശിശുവിനെ കരങ്ങളിൽ വഹിച്ചിരിക്കുന്നതായി അവിടെ കൂടിയിരുന്ന ഏതാനും ചിലർക്ക് ദർശനമുണ്ടായി. ഈ ദിവസങ്ങളിൽ നമ്മൾ ഓരോരുത്തരും മനോഹരമായ പുൽക്കൂടുകളൊരുക്കി ക്രിസ്മസിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസിസിന് പുൽക്കൂടെന്നത് ദൈവം മനുഷ്യനായപ്പോൾ അവിടുന്ന് സ്വീകരിച്ച ദാരിദ്ര്യത്തെയും ലാളിത്യത്തെയുമൊക്കെ മനസ്സിലാക്കാനും അതിനെ ധ്യാനിക്കുവാനുമുള്ള ഒരു ഉപാധിയായിരുന്നു. ഈ ക്രിസ്മസിനായി ഒരുങ്ങുമ്പോൾ നമ്മുടെ പുൽക്കൂടുകൾ നമ്മളെ അതിന് സഹായിക്കട്ടെ. മനോഹരമായ പുൽക്കൂടുകൾക്ക് മുൻപിലായിരിക്കുമ്പോൾ മനുഷ്യനായ ദൈവപുത്രൻ സ്വീകരിച്ച ലാളിത്യത്തെയും ദാരിദ്ര്യത്തെയുമൊക്കെ ധ്യാനിക്കുവാനും തൊട്ടനുഭവിക്കുവാനും നമുക്കിടയാകട്ടെ. അതോടൊപ്പം തന്നെ നമുക്ക് ചുറ്റുമുള്ള ദരിദ്രരെയും എളിയവരെയും ഒക്കെ ചേർത്ത് പിടിക്കാനുള്ള ഒരു അവസരം കൂടിയായി ഈ ക്രിസ്മസ് മാറട്ടെ. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ പുൽക്കൂട് പ്രദാനം ചെയ്യുന്ന ദൈവസ്നേഹാനുഭവം നമുക്കും സ്വന്തമാക്കാം. പുൽക്കൂടിൽ പിറന്ന ഉണ്ണീശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.